വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ട്യൂസ്ഡേ ജിജോയുടെ ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് സൺഡേ. അപ്പോൾ സൺഡേ ഞാൻ കുറച്ച് പ്രെപ്പ് ചെയ്ത് വെക്കാൻ പോകും നേരത്തെ തന്നെ. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ബിസ്ക്കറ്റ്സും അങ്ങനത്തെ കുറച്ച് സ്വീറ്റ്സ്. അപ്പോൾ അതിൽ ആദ്യം ലാമിൻറ്റൺ എൻ്റെ കസിൻ ദീപയുടെ കൂടെ ചെയ്ത വീഡിയോയിലുള്ള ലാമിൻറ്റൺ അല്ല, നട്ടി ബാറാണ് ഒരെണ്ണം. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിരുന്നു. ബ്ലിങ്കറ്റിൽ ഓർഡർ ചെയ്തു ആൻഡ് അത് എത്തി. സൺഡേ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ കൂടി വേണ്ട വന്നു. ഒരെണ്ണം കൂടി ഉണ്ടാ എൻ്റെ അമ്മേ, ഒരു സെക്കൻഡ്. പിന്നെ സീ ഫുഡ് ലഞ്ചാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ. കോഫി പുഡിങ് ഉണ്ടാക്കണം, അത് ജിജോയുടെ ഫേവറേറ്റാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഡിസേർട്ട്സ് ആയിരുന്നു, പുഡിങ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ആളുടെ. അപ്പോൾ അത് ഒരു 20 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാട്ടോ. ഇനി ഉണ്ടാക്കണം. കുറേ എപ്പോഴും പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കാറില്ല. കോഫി പുഡിങ് ഉണ്ടാക്കണം, കോൺഫ്ലേക്സ്, നമ്മുടെ ബട്ടർ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതുണ്ട്, പിന്നെ സീ ഫുഡ് ലഞ്ച്. പിന്നെ ഇനി വഴിയാ നോക്കാം എന്തൊക്കെ വരുന്നത്. പ്ലാൻ ചെയ്തിട്ടില്ല ഫുൾ. താങ്ക് യു. പിന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കഴിക്കില്ലേ ഐസ് ഫ്രൂട്ട്, അത് ഞാൻ ചുമ്മാ ഒന്ന് വീട്ടിലുണ്ടാക്കി വയ്ക്കും. വെറുതെ ക്രാൻബെറി ജ്യൂസ് ഒഴിച്ച് വെച്ച് ഫ്രീസ് ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ അപ്പോൾ വിനീത്, എൻ്റെ ബ്രദറിൻ്റെ പിള്ളേർ പറഞ്ഞായിരുന്നു അവർക്ക് മാംഗോസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫ്രൂട്ടി ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ പോവാം ഒരെണ്ണം. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. കുറച്ച് ഗൂഗിൾ ചെയ്തപ്പോൾ തന്നെ തലയടിച്ച് പോകണ പോലത്തെ ഓപ്ഷൻസാണ് കിട്ടുന്നത്. അപ്പോൾ അതും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ തന്നെ വീഡിയോ കണ്ടിട്ട് ദീപയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഈവൻ ഞാനാണെങ്കിലും എൻ്റെ തന്നെ വീഡിയോസ് ഞാൻ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, എന്നിട്ട് ഉണ്ടാക്കും. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ആൻഡ് ഈ ഡെസേർട്ട് ആയതുകൊണ്ട് എനിക്ക് ഫുൾ ഡൗട്ടാണ്. ഈ ദീപയുടെ റെസിപ്പി ലാമിൻറ്റൺ എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനം കേട്ടോ. ആൻഡ് ദ ടേസ്റ്റ് വൈസ് നമ്മൾ നെട്ടിപ്പോവും ആക്ച്വലി, അത്രയും നല്ല ആൻഡ് ഈസിയുമാണ്. എനിക്ക് പറ്റിയൊരു സാധനമാണ്. ഇനി ബേക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഡിഷ്. നെക്സ്റ്റ് നമ്മുടെ കോൺഫ്ലേക്സ് ഉണ്ടാക്കിയിട്ട്, കോൺഫ്ലേക്സ് മുകളിലുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള ബട്ടർ ബിസ്ക്കറ്റ്. ആ ഒരു ബിസ്ക്കറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ചോക്ലേറ്റൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്, ബട്ട് അത് എന്തായാലും ഞാൻ ട്രൈ ചെയ്യും ക്രിസ്മസ് സീസണിൽ. ഇപ്പം തൽക്കാലം ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് കോൺഫ്ലേക്സ് ബിസ്ക്കറ്റ്, അതാണ് ബേക്ക് ചെയ്ത് വെക്കാൻ പോണേ. അതാകുമ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം. നട്ടി ബാർ റെഡി. ഇനി ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതാണ് എൻ്റെ പ്ലാൻ. ബട്ടർ റെഡിയാണോ? അയ്യോ, കൈ ഇത്തിരി ബ്രൗൺ ആവണ വന്ന മതിയില്ലേ? ആ, ഇനി ഒന്ന് സെറ്റ് ആവട്ടെ. ബട്ടർ ബിസ്ക്കറ്റിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. കോൺഫ്ലിക്റ്റ് ബിസ്ക്കറ്റ് നമ്മൾ ആൻസിന്നൊക്കെ കഴിക്കില്ലേ, ഇതാണ് ഏറ്റവും സിമ്പിൾ ബിസ്ക്കറ്റ് എന്ന് എനിക്ക് തോന്നണേ. ബിസ്ക്കറ്റ്സ് എനിക്ക് തോന്നുന്നു പൊതുവേ സിമ്പിളാന്ന് തോന്നുന്നത്. ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ ഇവിടെ നിന്ന് തകർപ്പ് നിങ്ങൾ കാണാൻ പോണേ ഉള്ളൂ കേട്ടോ. ഹിറ്റായത് കാരണം ഇപ്പോൾ ഇത്തിരി കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഡെസേർട്ട്സ് ആഫ്റ്റർ ദീപയുടെ കൂടെയുള്ള വീഡിയോ ഒന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ഡെസേർട്ട്സ് ഉണ്ടാക്കാനായിട്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യട്ടെ. ഇനി നട്ടി ബാർ കുറച്ച് ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വെക്കണം. റെസിപ്പി ഫുള്ളായിട്ടുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. കട്ട് ചെയ്ത് വെക്കട്ടെ. ചൂടാറാനുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നീറ്റായിട്ട്. കട്ട് ചെയ്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് ചിലപ്പോൾ ഇതിനൊന്നും സമയം കിട്ടില്ല. കട്ട് ചെയ്തിട്ട് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കുക്കീസിൻ്റെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിനേക്കാൾ ഇനി ലഞ്ച് കഴിച്ചിട്ടാവാം. ബിരിയാണി എത്തി. മന്തി ബിരിയാണി ഓർഡർ ചെയ്തത്. ഇന്ന് ഇവിടെ കുക്കിംഗ് നടക്കുന്ന കാരണം ഞങ്ങളൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ല. സോ മന്തി ബിരിയാണി ഫ്രം ഹോട്ട്സ്പോട്ട്. വേറെ സ്ഥലവും കൂടി ജോജി, പക്ഷെ ഞാനിതിപ്പോൾ തുറക്കണില്ല കേട്ടോ. ജോജി ഒരു സാധനം മേടിക്കാണ്ട് പുറത്ത് വയ്ക്കാം, വന്നിട്ട് തുറക്കണുള്ളൂ, അല്ലെങ്കിൽ ഇടി നടക്കും ഇവിടെ. മന്നയുടെ ക്ഷമ കിട്ടു, മന്ന എടുക്കുക. മന്ന അമ്മയും കൂടി എടുക്കാൻ പോവാ. ജോജി എത്താൻ ലേറ്റ് ആവും തോന്നുന്നു. ഗാർലിക് സോസ് ഇല്ലേ? 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഗാർലിക് സോസാണ് കൂടുതൽ. ഇത് മട്ടൻ ലെഗ്. കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. അതൊക്കെ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോസാണോ സാലഡാണോ? ആ സോസ് ആയിരിക്കും. ഒരു റെഡ് കളർ സോസ് തരാറില്ലേ അവര്, അതാന്ന് തോന്നുന്നു. അതെന്താ കൂട്ടാ നോക്കി? ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. അയ്യേ, മന്തിയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസാ? മന്തിയുടെ കൂടെ അല്ല, സൈഡിൽ കഴിക്കാം. കെച്ചപ്പ് എടുത്തരാമോ? എടുത്തരാം. കെച്ചപ്പ് വേണേ. ശരി, ഇതാണ് പറഞ്ഞ സോസ്.
മട്ടൺ പീസ് വേണ്ടേ കുട്ടന്? Broski. മട്ടൺ പീസ് വേണ്ടേ? No, I'm not a mutton person. ചിക്കൻ വേറെ ഓർഡർ ചെയ്യണോന്നാ? വേണ്ട. Hummus. വന്നു കഴിഞ്ഞാൽ ഇനി വെയിറ്റ് ചെയ്യാൻ ക്ഷമില്ല. ഓ നല്ല സോഫ്റ്റാണ്. ഇതൊരു മട്ടൺ ലെഗാണ് കേട്ടോ, ഫുൾ ഹോൾ ലെഗ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 3 പേർക്ക് 2 വേണമെന്ന് തോന്നുന്നു. ഇവിടത്തെ ഒരു ഇതിൽ മീറ്റാണ് ഞങ്ങൾ കൂടുതൽ കഴിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഒരെണ്ണേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഇവിടെ ഇടി നടക്കും മിക്കവാറും. പൊതിഞ്ഞു വെക്കട്ടെ. പ്ലെയിൻ റൈസാണ്, വലിയ മസാലയൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഫ്ലേവർ ഉണ്ട് മന്തിയുടെ. ഞാൻ വീട്ടിൽ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിന് കുറച്ചുകൂടി ഓവർ ഫ്ലേവർ പോലെ തോന്നുന്നു. ഇത് ഭയങ്കര പ്ലെയിൻ ആണ്, അതാണ് കുറച്ചുകൂടി നല്ല. കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി. ഐസ് ഫ്രൂട്ടിൻ്റെ ട്രേസ് ബേക്കേഴ്സിന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഫ്ലേവേഴ്സ് കുറച്ചൊന്ന് ഡിസൈഡ് ചെയ്യാനുണ്ട്. എനിക്ക് ആ മറ്റേ നമ്മൾ പഴയ സേമിയായിട്ട് ഒരു ഐസ് ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഒരെണ്ണത്തിൽ അത് ചെയ്താലെന്ന് ഓർക്കുക. പിന്നെ റോസ് മിൽക്കിൻ്റെ നമ്മുടെ പെനി ഐസ് കാൻഡിയിൽ നിന്ന് ഇൻസ്പയർഡ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ്. ചിയാങ്ങിന്ന് മറ്റേ മട്ടൺ ലെഗ് അത്ര തികഞ്ഞില്ല, അപ്പം ഞങ്ങൾ ചിയാങ്ങിന്ന് ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു, ബുഫേയുടെ പൊറോട്ട. അപ്പോൾ അതും കൂടി ഉണ്ട് ലഞ്ചിന്. സൺഡേ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. സീ ഫുഡ് ലഞ്ചാണല്ലോ ഞാൻ നാളത്തേക്ക് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആവോലി ഫ്രൈ, ക്രാബ് റോസ്റ്റ്, ടൈഗർ പ്രോൺസ് റോസ്റ്റ് എൻ്റെ റെസിപ്പീസിൽ എപ്പോഴും കാണുന്ന പോലെ, ആൻഡ് ചെമ്മീൻ വിത്ത് തേങ്ങാക്കൂത്ത്. പിന്നെ പച്ചക്കറീസ് വേണം. ഡിസംബർ ക്രിസ്മസിൻ്റെ നൊയമ്പുള്ളതുകൊണ്ട് കുറച്ച് പേര് നൊയമ്പുണ്ട്. അപ്പോൾ അത് കാരണം സാമ്പാർ, ഇതിനെ ഈ സാമ്പാർ, പാവയ്ക്ക വറുത്തത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇതിനെല്ലാം പെയർ ചെയ്യണ പോലെ. ആൻഡ് പഴുത്ത മാങ്ങ കൊണ്ട് മധുരമുള്ള ടൈപ്പ് ഒരു കറി ഉണ്ടല്ലോ, പൈനാപ്പിൾ കറി പോലെ തന്നെ, അതുമാണ് പ്ലാൻ ചെയ്തേക്കണം. ബട്ട് എഴുതി വെച്ചില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ മറന്നു പോകും. പിന്നെ ജിജോയുടെ പുഡിങ് ഉണ്ടാക്കണം, ഐസ് ഫ്രൂട്ട് ഉണ്ടാക്കണം. എഴുതി വെക്കട്ടെ കേട്ടോ. അയ്യോ കരിമീനായിപ്പോയി. ചെമ്മീൻ, ക്രാബ്, ഇതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എടുത്തിട്ട് കാര്യമില്ല, എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മഡ് ക്രാബ് റോസ്റ്റിന് 3 കിലോ മഡ് ക്രാബ് വാങ്ങിച്ചു. ആൻഡ് ആവോലി 3 കിലോ തന്നെ ഫ്രൈന്. ചെമ്മീൻ വിത്ത് തേങ്ങാക്കൊത്ത് അതും 3 കിലോ തന്നെ. ചെമ്മീൻ വിത്ത് തേങ്ങാക്കൊത്ത് ചെമ്മീനിന് കുറേ വെള്ളം വന്നു, അത് കാരണം ചെമ്മീൻ എപ്പോഴും 2 മിനിറ്റ്സ് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകും. അപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ഇനി വെള്ളം വറ്റിച്ചിട്ട് ഈ ഗ്രേവി അങ്ങോട്ട് ഒഴിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഭയങ്കര റബ്ബറി ആയി പോകും പ്രോൺസ്. അരപ്പ് പിടിക്കാനുണ്ട്. ഈ സീ ഫുഡ് ലഞ്ചാണ് തോന്നുന്നത് നമ്മൾ കുറച്ച് ഗസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ഈസിയസ്റ്റ്. ഇത് കണ്ടോ, ആവോലി കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ 3 kg മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്തു. ക്രാബ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് പ്രോൺസ് നേരത്തെ കണ്ടില്ലേ, അതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കിയൊക്കെ പച്ചക്കറി ആൻഡ് ടൈഗർ പ്രോൺസും കൂടിയുണ്ട്. ആൻഡ് മാങ്ങ പുളിശ്ശേരി, ചെറിയ മാങ്ങ ഇപ്പോൾ കിട്ടാനില്ലാത്ത കാരണം ഞാൻ മറ്റേ പഴുത്ത മാങ്ങയെടുത്ത് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടല്ലോ അതുപോലെ ആക്കി. വെജിറ്റേറിയൻസ് ഉള്ള കാരണം ഇനി ഇതൊന്ന് വറ്റിയിട്ട് തൈരിടും. ഈ കോഫി പുഡിങ് ഇത് എൻ്റെ തന്നെ റെസിപ്പി ആട്ടോ. അപ്പോൾ കുറേ റെസിപ്പീസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾ മുമ്പ് ഡിസേർട്ട്സ് ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറിയെന്നുള്ളൂ, വണ്ണം വെക്കുന്നുള്ള പേടി കാരണം. അപ്പോൾ ഈ കോഫി പുഡിങ് ബേസ് റെസിപ്പി ആരും ചോദിക്കണ്ട കേട്ടോ, ഇത് എനിക്ക് തന്നെ ഷുവറല്ല എങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് എല്ലാം നല്ല സാധനങ്ങളാണ്, അതുകൊണ്ട് ടേസ്റ്റ് നല്ല. അങ്ങനെ ഞാൻ തന്നെ കമ്പൈൻ ചെയ്തൊരു റെസിപ്പിയാണ്. ബിസ്ക്കറ്റ് ലെയർ നമ്മൾ സാധാരണ പുഡിങ്സിനൊക്കെ ചെയ്യണ പോലെ ബട്ടറും ഷുഗറും ഇട്ടിട്ട് പ്രസ് ചെയ്ത് കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റേർഡ് ഒഴിക്കുമ്പോൾ പൊന്തി വരും. പിന്നെ നമ്മുടെ ആൻസിൻ്റെ ടീ കേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിനെ സോക്ക് ചെയ്യും റമ്മിലും മിൽക്ക് മെയ്ഡിലും. കാണിച്ചു തരാം. അയ്യോ സോറി, ഇത് നമ്മുടെ ആൻസിൻ്റെ ടീ കേക്ക്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ പുഡിങ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക്. ഇഷ്ടമുള്ള സിറപ്പിൽ കേക്ക് സോക്ക് ചെയ്യും, കസ്റ്റേർഡ് ഇടും, ബിസ്ക്കറ്റ് ബേസ് വേണമെങ്കിൽ അത് വെക്കും, അത്രയൊക്കെ ഉള്ളൂ. കേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പൊന്തിപ്പോരും. അല്ലെങ്കിലും പൊന്തിപ്പോരോന്നൊരു ഡൗട്ടുണ്ട്. എങ്ങനെ ഇരുന്നാലും ജിജോ കഴിക്കുമെന്ന് എനിക്കറിയാം, കാരണം ജിജോന് ഇഷ്ടമുള്ള എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. ഇതിൽ റമ്മും മിൽക്ക് മെയ്ഡും വെള്ളവും നല്ല സ്ട്രോങ് ആയിട്ട് റം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ സോക്ക് ചെയ്യും. റമ്മിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുള്ളൂ. ആൻഡ് കോഫി പൗഡറും ഉണ്ട്. സോറി, മെയിൻ സാധനം ഞാൻ പറയാൻ മറന്നുപോയി, കോഫി പൗഡർ. അപ്പോൾ ഏകദേശം ഒരു കോഫി കേക്കിൽ പുഡിങ് ഇരിക്കണ പോലെ ഇരിക്കും. കുറച്ച് സ്ട്രോങ് ആയി പോയി നിന്നിട്ടാം. ഇനി നമ്മുടെ കസ്റ്റേർഡ് നമ്മുടെ യൂഷ്വൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ പാലും മിൽക്ക് മെയ്ഡും. കോഫി പുഡിങ് ആയതുകൊണ്ട് കോഫി പൗഡർ ആഡ് ചെയ്തു, നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇത് തണുത്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ എപ്പോഴും പൊന്തിപ്പോരും. ഇനി മെയിൻ സാധനം ഇത് ഷുഗർ പൗഡർ,
കോഫി പൗഡർ, ഒരു കുറച്ച് റം ആൻഡ് ബട്ടർ, എന്നിട്ട് ബീറ്റ് ചെയ്തു. ഇതാണ് മുകളിൽ വരുന്നത്. നെക്സ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഇതിപ്പോൾ ഞാൻ ഡയറി മിൽക്കിൻ്റെ ബബ്ലിയോ ബബ്ലി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നട്ട്സും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. അത് ഞാനിങ്ങനെ ചുമ്മാ ഗ്രേറ്റ് ചെയ്തിട്ടു. ഈവൻ നട്ടീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ചോക്ലേറ്റ് വേണമെങ്കിലും വെച്ചാലും കുഴപ്പം വരില്ല. പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഇതിൻ്റെ റിവ്യൂ നമുക്ക് നാളെ എടുക്കാം. റെസിപ്പി ഒന്നും പേരിടാത്ത പുഡിങ്ങാണ് കേട്ടോ. കോഫി പുഡിങ് എന്ന് ഇട്ടാൽ മതി. ഇനി തണുക്കട്ടെ. നെക്സ്റ്റ് സാലഡ് കുറച്ച് പ്രിപ്പ് നേരത്തെ ചെയ്ത് വെക്കണം. പിന്നെ ക്രീം ചീസ് ലോഗ്, പിന്നെ അത് ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കണേ. പ്രത്യേകിച്ച് ബഗറ്റ് ഓർഡർ ചെയ്തായിരുന്നോ? ഓർഡർ ചെയ്യും. മാംഗോ ഞാൻ ഫ്രഷ് മാംഗോ ജ്യൂസും ലൈമും കൂടിയായിട്ട് മിക്സ് ചെയ്ത് അടിച്ചു. ആൻഡ് പാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസും ഫ്രഷ് പാഷൻ ഫ്രൂട്ടും കുറച്ച് ലൈമും ആഡ് ചെയ്തു. ആൻഡ് ദിസ് വൺ ക്രാൻബെറി സ്ട്രോബെറി ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. സൗണ്ട് സ്ട്രോബെറി കൂടി ആഡ് ചെയ്യണമായിരുന്നു. ബട്ട് സ്ട്രോബെറി ഇപ്പോൾ ലേറ്റ് ആയിപ്പോയി, കിട്ടാനില്ല. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ സെറ്റ് ആവുള്ളൂ. ആൻഡ് പിന്നെ ഒരു ലൈമിൻ്റെ ഫ്ലേവർ കൂടി ആക്കാമെന്ന് ഓർത്തു ഇത് വെച്ചിട്ട്, ബ്ലൂ കളറിന് വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ സേമിയയും ഇട്ടതും പിന്നെ റോസ് മിൽക്ക് ഇട്ടതും. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ. എന്നാൽ ശരിയായിട്ടില്ല, ശരിയാവും. പല ഫ്ലേവേഴ്സ് ആക്കി വെക്കാമെന്ന് ഓർത്തിട്ട് ഒരു ഇതിൽ തന്നെ പാഷൻ ഫ്രൂട്ടും മാംഗോവും ഇപ്പോൾ തുറക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഏകദേശം കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചീസ് ലോഗും കൂടിയേ ഉള്ളൂ ഇനി റെഡിയാക്കാനായിട്ട്. ബാക്കിയൊക്കെ നാളെയാണ്. ചീസ് ലോഗിൽ ഹങ്കേർഡ് ക്രീം ചീസ് ആൻഡ് കുറച്ച് ഗോഡ് ചീസും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഒരു ലോഗിൻ്റെ ഷേപ്പിൽ റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിം ഫിലിം 2 ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടെ. ചീസ് ബോർഡിലോട്ടൊക്കെ നല്ലൊരു സാധനമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ചെയ്യാം. റൗണ്ട് ഷേപ്പൊക്കെ നല്ല ബോളിൻ്റെ ഷേപ്പ്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം, ഒന്ന് സെറ്റാവണം ഷേപ്പ് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ ക്രാൻബെറിയും ഡ്രൈ നട്ട്സൊക്കെയാണ് റോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്ത് നോക്കണേ. അത് കാരണം വലിയ ഐഡിയ ഇല്ല. എന്തായാലും ശരിയാവാതെ ഇരിക്കാൻ ചാൻസ് കുറവാണ്. എന്തായാലും ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടം. ബഗറ്റിൻ്റെ കൂടെ സെർവ് ചെയ്യണ്ടേ. ഇനി ഞാൻ ഇതിൽ റോൾ ചെയ്യാനുള്ള സാധനങ്ങളൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. ഇനി ഇത് 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യട്ടെ, സെറ്റ് ആവാനായിട്ടൊന്ന്. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യണം. ഇനി നമ്മുടെ ചീസ് ലോഗ് സെർവ് ചെയ്യണം. ചീസ് ലോഗിൻ്റെ മേലെ ഹോട്ട് ഹണി ഒഴിക്കണം. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ, ഹണി ആൻഡ് ചില്ലി ഫ്ലേക്സ് അത്രയും ഇട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കണം. ബബിൾസ് വരാൻ പാടില്ല. ചൂടാക്കിയിട്ട് കുപ്പിയിൽ റെഫ്രിജറേറ്റ് ചെയ്യും തണുത്ത് കഴിയുമ്പോൾ. എന്നിട്ട് അതിൻ്റെ മേലെ ഒഴിച്ച് സെർവ് ചെയ്യും. പക്ഷേ ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ടേസ്റ്റ് നല്ലതായിരിക്കും. കുറച്ച് സ്പൈസി ഇതും കൂടി വരുമ്പോൾ മധുരത്തിൻ്റെ കൂടെ ചീസിൻ്റെ കൂടെയും നോക്കാം. ഫ്ലവേഴ്സ് മേടിക്കണം. ക്രിസ്മസ് ആയതുകൊണ്ട് റെഡാണ് തീം വെച്ചേക്കുന്നത്. റെഡ് ഓർ വൈറ്റ് മിക്സ് ആയിട്ട്. അപ്പോൾ ഞാനിവിടെ വെലോസിറ്റി ലോഞ്ച് ബാറിൻ്റെ ഓപ്പോസിറ്റുള്ള ഗിഫ്റ്റ് ഫോർ യുയിലാണ്. ഒരുമാതിരി എല്ലാ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ഒരുമാതിരി ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ പേര് എനിക്കറിയില്ല. ബട്ട് എല്ലാ മിക്ക വെറൈറ്റിയും തന്നെ ഉണ്ട്. ഇത് മതിയേ. ഇന്നലെ ഞാൻ ആ ക്രീം ചീസും ഹങ്കേർഡൊക്കെ കൂടെ സെറ്റ് ചെയ്ത് റോൾ ചെയ്ത് വെച്ചായിരുന്നില്ലേ, അത് ആക്ച്വലി സെറ്റായി. അത് 10 മിനിറ്റ് കൊണ്ടൊന്നും സെറ്റാവില്ല കേട്ടോ. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ലോഗ് പോലെ കിട്ടുള്ളൂ. എന്നിട്ട് ക്രാൻബെറി നമ്മുടെ നട്ട്സ് എല്ലാം കൂടി ചോപ്പ് ചെയ്തു. പാസ്ലി, റോസ്മേരി അതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ റോൾ ചെയ്യും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ബഗറ്റിൻ്റെ കൂടെ സെർവ് ചെയ്യും. ഇത് നല്ലൊരു നമ്മുടെ ചീസ് പ്ലാറ്ററിലോട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ചീസ് പ്ലാറ്ററിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ടേസ്റ്റ് ചെയ്തു ഹോട്ട് ഹണി ആയിട്ട്. അത് കാരണം ഈ ഒരു കാര്യത്തിൽ നല്ല കോൺഫിഡൻറ്റാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഡ്രൈ നട്ട്സിന് പകരം ഫ്രൂട്ട്സ് എടുക്കാം. ഇവിടെ എല്ലാവരും ഓരോരോ പണിക്ക് ഇറങ്ങിയേക്കണ കാരണം മതി. അടുത്ത ചേട്ടൻ ഇനി വുഡൻ ട്രേയിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇത്തിരി സെർവ് ചെയ്യാൻ പാട് വരുമായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, എനിക്കിതാണ് കാണാനിഷ്ടം. നോക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് കാണാൻ. ഇത് നിങ്ങളുടെ ക്രിസ്മസ് ടേബിളിലോട്ട് ഈ ഒരു ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പിന്നീട് ഇടാട്ടോ. ബട്ട് ഇത് ഭയങ്കര നല്ല ക്രിസ്മസ് ടേബിളിൽ ഞാൻ എല്ലാവരും തന്നെ എൻജോയ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ട് മന കളേഴ്സ് എങ്ങനെയുണ്ട് ഇതിൻ്റെ? ബ്രൈറ്റ് ആണോ അത്യാവശ്യം കാണാൻ? ഓക്കെ. ഹണി ഒഴിക്കണം.
ഹണി നമുക്ക് സെർവ് ചെയ്യാം അല്ലേ സൈഡിൽ ലാസ്റ്റ് മിനിറ്റ് കഴിക്കണേക്കാൾ മുമ്പ്. ആൻഡ് ചീസ് നൈഫ് ഉണ്ടോ ജിജോ? കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വരും. ഓ ഇതെനിക്ക് ഭയങ്കര ഹാപ്പി. ചില സാധനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. യെസ്, ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇങ്ങനെ തന്നെ ഓപ്പണായിട്ടല്ല, ക്ലിം ഫിലിം മുകളിൽ വെച്ചാൽ ചിലപ്പോൾ പോവും. ഓപ്പണായിട്ട് വെക്കാൻ പോവാം ഫ്രിഡ്ജിൽ. നെക്സ്റ്റ് ബേബി സ്പിനച്ച് സാലഡ്. ഇതെൻ്റെ പാർട്ടി ഓർഡേഴ്സിൽ ബെസ്റ്റ് സെല്ലറാണ്. ബട്ട് ഇപ്പോൾ കുറച്ചാളായിട്ട് പാർട്ടി ഓർഡേഴ്സ് എടുത്തിട്ടില്ല, പറ്റാറില്ല വീഡിയോസ് കാരണം. നമ്മുടെ പേൾ കസ്കസ് ഉണ്ടല്ലോ, റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുൾ റെസിപ്പി ആയിട്ട്. പേൾ കസ്കസ് ഇതുപോലെ തലേദിവസം വേവിച്ചിട്ട് നമ്മുടെ ഡ്രസ്സിങ്ങിൽ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ബേബി സ്പിനച്ചിൽ സ്പ്രെഡ് ചെയ്യും. ഇത്തിരി മധുരം സാലഡിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത്. പക്ഷേ ഒരുമാതിരി എല്ലാവർക്കും സാലഡ് കുറച്ച് സ്വീറ്റ് ആയിട്ടാണ് ഇഷ്ടം. നെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് പെയർ ചെയ്യാം. സാധാരണ ഞാൻ ഓറഞ്ചസ് വെക്കാറേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് സ്ട്രോബെറി ആഡ് ചെയ്തു, ബ്ലൂബെറി ആഡ് ചെയ്തു. ഈവൻ നമ്മുടെ ലോഗൻ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണേ, അതെല്ലാം വേണമെങ്കിൽ വെക്കാം. ആൻഡ് നട്ട്സ് നന്നായിട്ട് പോകും ഇതിൻ്റെ കൂടെ. വാൾനട്ട്സും വാൾനട്ട്സും നമ്മുടെ ആൽമണ്ട്സും അങ്ങനെ എല്ലാം ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം. പ്രത്യേകിച്ച് ഒന്നും സാലഡിന് മാത്രം ഒന്നും അങ്ങനെ ഓർക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്തോ ഒരു പെർഫെക്ഷൻ വേണം, എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഇട്ടാലും ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടാലേ സാലഡ് ഹിറ്റാവുള്ളൂ. അങ്ങനൊരു പ്രശ്നം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിസ്ത ആൻഡ് ഇനി മേലെ ഗോട്ട് ചീസ് ഇടും, അത്രേ ഉള്ളൂ. ഓറഞ്ച് മാത്രമാണ് കൂടുതൽ ഭംഗി, പക്ഷേ എനിക്കിന്നിപ്പോൾ എല്ലാം ഉണ്ട്, അത് കാരണം ഞാനത് തീർക്കാൻ പോവാം. ഇതും നല്ല കേട്ടാ, ടേസ്റ്റ് വൈസ് എന്ത് ഫ്രൂട്ട് വെച്ചാലും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചോ. ഗ്രേപ്സ് വെക്കാൻ നല്ല. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫുൾ റെസിപ്പി. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഓറഞ്ച് മാത്രമായിട്ടാണ് ചെയ്തേക്കണേന്ന് തോന്നുന്നത്. ഇതിൻ്റെ റെസിപ്പിയിൽ മാത്രം എനിക്ക് തോന്നുന്നു കുറച്ച് പ്രൗഡാണെന്ന് തോന്നുന്നു. കുറേ കണ്ടുപിടുത്തങ്ങൾ എൻ്റെ തന്നെയാണ്, കുറേ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എല്ലാം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന പോലത്തെ റെസിപ്പീസാണ്. ഈവൻ കഴിക്കുന്നവർക്കും. ഈ എപ്പോഴും സാലഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ക്ലിം ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് റെഫ്രിജറേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ സാലഡ് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ കുക്കി ബിസ്ക്കറ്റ് മെൽറ്റിംഗ് മൊമെൻറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇച്ചിരി തണുത്ത പോലെയായി. അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മെഷർമെൻറ്റിൽ വല്ല ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര നല്ലതായിട്ടാണ് വന്നത്. ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തണുത്തു പോയി. അപ്പോൾ ജിജോനോട് പറഞ്ഞു നിനക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ മതിയായിരുന്നില്ലേന്ന്. ബട്ട് വീട്ടിലുണ്ടാക്കുന്ന സാധനത്തിന് എന്തൊക്കെയായാലും അതിൻ്റേതായ ഒരു ഫീലുണ്ട്. അത് ചിലപ്പോൾ പുറത്തുനിന്ന് മേടിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. ആൻഡ് ദിസ് ഇസ് നട്ടി ബാർ, ദീപയുടെ റെസിപ്പി. ഇത് ഞാൻ അന്ന് 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് റെഫ്രിജറേറ്റ് ചെയ്തു. ഇനി അത് റൂം ടെമ്പറേച്ചറിലായാലായിരിക്കും ചിലപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. കാര്യം എന്തൊക്കെയായാലും ഇതിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ്. ലാസ്റ്റ് മിനിറ്റ് എനിക്ക് എപ്പോഴും ഉള്ള പരിപാടിയാണ്, തികയൊന്നൊരു ഡൗട്ട് വരും. അപ്പം ഞാൻ ടൈഗർ പ്രോൺസ് വെച്ചിട്ട് നമ്മുടെ പാരഗൺ സ്റ്റൈൽ പ്രോൺ മാംഗോ കറിയും കൂടി വെക്കാമെന്ന് ഓർത്തു, പത്തിരിയുടെ കൂടെ. ബാക്കിയെല്ലാം റൈസിന് ചേർന്ന പോലത്തെ കറിയാണ്. ഇത് കുറച്ചും കൂടി കോക്കനട്ട് പൗഡറൊക്കെ ആഡ് ചെയ്യണതിനും കുറച്ചും കൂടി ക്രീമിയറാണ്. റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് തീർന്നു, ഇനി കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. മന്നയുടെ വക. മന്ന എന്തൊക്കെയാണ്? ബ്ലൂ ആണ് അപ്പയുടെ തീം. എൻ്റെ അമ്മോ, പുതിയ നൈക്കയിൽ നിന്ന് മേടിച്ച ലിപ്സ്റ്റിക് ആട്ടോ, പേയ്സിൻ്റെ ബൈ 2 get 1 ഫ്രീയിൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നൈക്ക ഹോൾ വീഡിയോയിൽ പ്രോഡക്റ്റ്സ് ഒന്നും കണ്ടില്ല എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാനിത് കാണിക്കുക. ആൻഡ് ജിജോനും ഇഷ്ടമല്ല എൻ്റെ ഈ ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് ഡാർക്ക് ഞാൻ പുതിയ മേടിച്ച മാക്കിൻ്റെ ലിപ് ഗ്ലോസ് ഇട്ട് ഡാർക്കാക്കാമെന്ന് ഓർത്തു. ഇനി ഉണ്ടാക്കാമോ? ഇതിപ്പോൾ നല്ല തമാശയായിട്ടാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഇവൻ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്നെ ആദ്യം നോക്കുന്ന ചുണ്ടിലോട്ടാണ്, ഏത് കളറാണ് ലിപ്സ്റ്റിക് ഇട്ടിരുന്നത്. എന്നിട്ട് ഓപ്പണായിട്ട് പറയും, ചേച്ചി ഈ കളറ് ചേച്ചീനെ നേരിട്ട് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ വീഡിയോയിൽ ഒരു രക്ഷയില്ല കേട്ടോ എന്ന്. അതുകൊണ്ട് ഞാനിന്ന് ഡാർക്ക് കളർ ഇടാം. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇത്രയും ഫേമസ് ആവുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ഇനിയൊരു ബ്ലഷ് ഞങ്ങൾ മേടിച്ചില്ലേ, അതുകൊണ്ട് നല്ലൊരു കളറാണ്. ആൻഡ് ഇടാനും സുഖമാണ്, അതാണ് മെയിനായിട്ട്. എനിക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയ പിന്നെ വേറെ ഒന്നും വേണ്ട ആക്ച്വലി. നല്ല കളർ അതെ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു എന്ന് തോന്നാൻ, ബട്ട് ഇത് എല്ലാവരും പോയി മേടിച്ചു. അവരുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണിത്, കെ ബ്യൂട്ടിയുടെ. മതി, ഇനി കുറേ പണിയുണ്ട് കേട്ടോ.
അവിടെ പോട്ടെ. കേക്ക് ഞാൻ ഈ പ്രാവശ്യം ചോക്ലേറ്റ് കേക്കാണ് പറഞ്ഞത്, റോസയുടെ അടുത്തുനിന്ന്. ഇത് എൻ്റെ ഈ അടുത്ത് ചെയ്ത കേക്ക് വ്ളോഗ്സിൽ കാണാത്ത കേക്കാണ് നിങ്ങൾ. ചോക്ലേറ്റ് കേക്ക് വിത്ത് ചോക്ലേറ്റ് ഐസിങ്. ഇതും നല്ലൊരു ഓപ്ഷനാണ് ക്രിസ്മസിന് ഓർഡർ ചെയ്യാൻ, അല്ലെങ്കിൽ ബർത്ത്ഡേസിന് ഓർഡർ ചെയ്യാൻ. കാരമൽ ബോബയാണ് ഡ്രിങ്കായിട്ട് ഞാൻ എടുത്തത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ് വേണം. ഇത് ഗസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാനായിട്ട് നല്ല ഓപ്ഷനാണെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇപ്പോൾ എല്ലാവരും നോയമ്പായതുകൊണ്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെ എടുക്കാമെന്ന് ഓർത്തു. ഇത് ബ്ലാക്ക് ടീ കുറച്ച് സ്ട്രോങ് ആയിട്ട് വേണം. പിന്നെ നമ്മുടെ കാരമൽ ബോബ കുറച്ച് കൂടുതൽ മെമ്പേഴ്സിന് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഡ്രിങ്കേ അല്ല കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് എല്ലാവരും വന്നപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഞാൻ തോന്നിയ പോലെയൊക്കെ മിക്സ് ചെയ്തു. നെക്സ്റ്റ് ചീസ് ലോഗ്. ഇത് പല ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ചെയ്യാം, ചെറിയ ബോളിൻ്റെ ഷേപ്പിൽ ചെയ്യാം. അങ്ങനെ ഒരു കൺഫ്യൂഷനും ഇല്ല. ആൻഡ് അത് എന്തായാലും ഹിറ്റാവും. കാരണം ചീസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഭയങ്കര കുറവാണ്. ആൻഡ് ചീസിൻ്റെ കൂടെ മധുരവും കുറച്ച് സ്പൈസി ഫ്ലേവറും കൂടി വന്നു കഴിയുമ്പോൾ ഗസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ കറക്റ്റാണ്. ഞാൻ റെസിപ്പി ഇനി നെക്സ്റ്റ് വീക്ക് ഇടാൻ പോകുന്ന റെസിപ്പീസിൽ ഇതും ഉണ്ടാവും റെസിപ്പിയായിട്ട്. ഇപ്പം എല്ലാവരും എത്തി. ഇനി ഞങ്ങളുടെ സീ ഫുഡ് ലഞ്ച്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അടുത്ത് ചെയ്ത ബർത്ത്ഡേ പ്ലാനിങ്ങിൽ ഏറ്റവും ക്വാണ്ടിറ്റി വൈസ് കറക്റ്റായത് ഇന്നാണ്. ഒന്നും ബാക്കി വന്നില്ല. എല്ലാം ആക്ച്വലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈവൻ എല്ലാവരും എന്നോട് ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയായി, ജിജോവും ഹാപ്പിയായി. ആവോലി 3 കിലോ ആണല്ലോ മേടിച്ചത്. അത് ഒരു കിലോയിൽ 6 എണ്ണമൊക്കെ ഉള്ളു. അത് കറക്റ്റ് സൈസാണ്. ആൻഡ് സാമ്പാർ ഈ പ്രാവശ്യം ആരും എടുത്തില്ല. അത് ചെറുതായിട്ട് പാളിപ്പോയി. നോയമ്പാന്ന് ഓർത്ത് കൂടുതലുണ്ടാക്കി. ആൻഡ് ക്രാബ് റോസ്റ്റ് നല്ലതായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു ക്രാബ് റോസ്റ്റ്. ആൻഡ് നമ്മുടെ ചെമ്മീനും തേങ്ങാക്കൊത്ത് കൊലത്തിയതും ഹിറ്റായിരുന്നു. ഒരുമാതിരി എല്ലാം ഹിറ്റായിരുന്നു. ആൻഡ് മമ്മിയും ഡാഡിയും ഭയങ്കര ഹാപ്പിയായിരുന്നു. അത്രയും മതി. ഇതിൽ ഒരു സാധനം ഞാൻ പ്രതീക്ഷിക്കാതെ സൂപ്പർ ഹിറ്റായിരുന്നു കേട്ടോ. മാംഗോ പുളിശ്ശേരി. അത് എൻ്റെ പൈനാപ്പിൾ പുളിശ്ശേരി പോലെ തന്നെ ഉണ്ടാക്കിയതാണ്. വലിയ മാങ്ങ വെച്ചിട്ട്, വലിയ പഴുത്ത മാങ്ങ വെച്ചിട്ട്. അത് എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് പാവയ്ക്ക ഫ്രൈയും ദി ബെസ്റ്റ് ആയിരുന്നു ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ. ആൻഡ് ഡെസേർട്ടായിട്ട് മമ്മിയുടെ പായസവും കൂടി ഉണ്ടായിരുന്നു, സേമിയ പായസം. അത് മമ്മി അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ജിജോ എപ്പോഴും ഓർഡർ ചെയ്യും കൊണ്ടുവരാനായിട്ട്. ഇനി ജിജോയുടെ പുഡിങ്, കോഫി പുഡിങ്ങിൽ പണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നപ്പോൾ കസ്റ്റേർഡിൻ്റെ ക്വാണ്ടിറ്റി ആയിരുന്നു കൂടുതൽ. ഈ പ്രാവശ്യം ബിസ്ക്കറ്റിൻ്റെ ലെയർ കൂടിപ്പോയ കാരണം ക്യാമറമാൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു. ബാക്കി എല്ലാവരും നല്ലതായിട്ടെന്ന് പറഞ്ഞാലും ക്യാമറമാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മാഡം ഇതിന് മുമ്പ് ട്രൈ ചെയ്തപ്പോൾ കുറേ കൂടെ നല്ലതായിരുന്നു, ഇപ്പം ബിസ്ക്കറ്റ് ലെയർ ഭയങ്കരമായിട്ട് കൂടിപ്പോയിന്ന്. Sun hitting my shades. Oh yeah. Riding low and slow. This vibe never fades. What's up? Palm trees dancing in the hazy sunlight glow. West Coast rhythm, let the good times flow. Cruising, grooving, feel that funky breeze. Talk about singing, setting spirits at ease. When the hills too. Bye guys. Bye bye. മമ്മിക്ക് കൊണ്ടുപോകണം. അയ്യോ ഞാൻ തരില്ല. ഞാൻ എടുത്ത് കൊടുത്ത പൊക്കി എടുത്തോ മമ്മി. വേണ്ടി ഇല മാത്രമേ ഉള്ളൂ അമ്മ മഞ്ഞ തന്നെ എടുത്തോട്ടാ. വെള്ളത്തിലിട്ട് വെച്ചിട്ട് പാടുന്ന പറിച്ചു കഴിഞ്ഞാലേ പുതിയത് നന്നായി വിരിഞ്ഞ് നിൽക്കും. ഇതെന്ത് പോവാ? പേര് ഞാൻ ചോദിക്കും. അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്തോ. ഞാൻ ചോദിച്ചപ്പോ ആർക്കും തരണ്ട. എനിക്ക് വേണ്ട. എന്റെ ബുക്ക് ആർക്കും എന്താ ഇഷ്ടമാവുന്നത്? എനിക്ക് ആക്ച്വലി ഇഷ്ടമായിട്ട് ക്യൂട്ടാണ്. കളർ കോമ്പിനേഷൻ ലാവെൻഡർ ആൻഡ് വൈറ്റ്. ഇതോ കുറച്ച് പൂക്കളും ഫ്രൂട്ട് എടുക്കാൻ മറന്നു. ഹലോ, ഓർഡർ ചെയ്ത് കളർ നോക്കട്ടെ. ഇവിടെ ഭയങ്കര നൈറ്റ് എന്നുള്ള പ്രോഡക്ട്സ് ഫുൾ ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. ധന്യക്ക് മണ്ണ ഓർഡർ ചെയ്തു. മേക്കപ്പ് ഇല്ലാത്ത ഫോട്ടോ. മമ്മി ഇത് തുറക്കാൻ പറ്റില്ല. മമ്മി തുറന്നു നോക്കിക്കോ. ഇത് രണ്ടു അല്ല, ഇത് തുറക്കാൻ പറ്റില്ലല്ലോ. ഇതെന്താ ഇത് കണ്ട? അയ്യോ ഗ്രീന്. അല്ല ഇത് വരുന്നില്ല. ജോർജിയില് മേടിച്ചത്. ഇത് എന്തോ പ്രശ്നമുണ്ട്, ഇത് വരുന്നില്ല. ഐസ്ക്രീം അതെ മഞ്ഞ ഒരു ഇത് കണ്ടോ വരുന്നില്ല. മമ്മി ഇത് നല്ല ക്രാൻബെറിയും എല്ലാം ജെല്ലിയൊക്കെ ഇട്ടതാ. ഇത് പുറത്തോട്ട് എടുക്കണ എങ്ങനെ ജോജി?